ഓം ഗുരുഭ്യേ നമ. വൃക്ഷായുർവേദത്തെക്കുറിച്ച് ശിവരാമൻ സ്വാമി ഒരു പ്രഭാഷണം നടത്തുകയാണ്. എന്താണ് വൃക്ഷായുർവേദം എന്നുള്ളതിനെക്കുറിച്ച്? ഭൂമിയിലുള്ള എല്ലാ ജീവികളും അന്നത്തിൽ നിന്നുണ്ടാകുന്നു, അന്നത്താൽ വളരുന്നു, ഒടുവിൽ അന്നമായി തീരുകയും ചെയ്യുന്നു. പ്രാണമയം നിലനിർത്തുന്നതിന് അന്നമയം ആവശ്യമാണ്. അന്നമയം അതിനാൽ സർവ ഔഷധമെന്ന് പറയുന്നു. മനുഷ്യർക്ക് അത് പ്രധാനമായും ലഭിക്കുന്നത് സസ്യജാലങ്ങളിൽ നിന്നാണ്. മനുഷ്യർക്ക് രോഗം ഉണ്ടാകുന്നത് പോലെ വൃക്ഷങ്ങൾക്കും സസ്യങ്ങൾക്കും രോഗങ്ങൾ പിടിപെടാം. അങ്ങനെ രോഗങ്ങൾ പിടിപെടുമ്പോൾ അവയ്ക്ക് ചികിത്സ ആവശ്യമായി വരുന്നു. അതിനെയാണ് വൃക്ഷായുർവേദം ഉപയോഗിക്കുന്നത്. വൃക്ഷായുർവേദത്തെക്കുറിച്ച് കാശ്യപൻ, സുശ്രുതൻ, വരാഹമിഹിരൻ, പരാശരൻ, സുരവാലൻ എന്നിവരുടെ സംഹിതകളിലും ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലും വിഷ്ണു സംഹിതയിലും വൃക്ഷായുർവേദത്തെക്കുറിച്ച് പരാമർശമുണ്ട്. വാതപിത്ത കഫങ്ങൾ ഏറ്റക്കുറച്ചിൽ മൂലമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യായുർവേദത്തിലും അത് തന്നെയാണ്. വാതപിത്ത കഫത്താൽത്തിൻ്റെ തോതനുസരിച്ചാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആയുർവേദ ശാസ്ത്രം, മനുഷ്യായുർവേദം പറയുന്നത് പോലെ തന്നെ വൃക്ഷായുർവേദത്തിലും വാതപിത്ത കഫത്തിൻ്റെ ഏറ്റക്കുറച്ചിലാണ് രോഗങ്ങൾക്ക് കാരണം. അപ്പോൾ രോഗങ്ങൾ ഉണ്ടാകുന്നത് വൃക്ഷങ്ങൾക്ക് വാതപിത്ത കഫത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലവും മൃഗങ്ങൾ, മനുഷ്യ, പ്രാണികൾ, പ്രകൃതി ദുരന്തങ്ങൾ മൂലം ഈ രോഗങ്ങൾ ഉണ്ടാകും. അവയ്ക്കും അവയുടെ അവയവങ്ങൾക്കും കേടുപാടുകളും പറ്റും. അപ്പോൾ ചികിത്സ ആവശ്യമായിരുന്നു. വിത്ത് മുളച്ച് സസ്യമായി മാറുന്നതിന് മണ്ണ്, വായു, വെള്ളം, കാലാവസ്ഥ, നല്ല വിത്ത് എന്നിവ ആവശ്യമാണ്. സസ്യങ്ങൾക്ക് പ്രധാനമായും മേരു, തണ്ട്, ഇല, പൂവ്, കായ എന്നീ അവയവങ്ങളുണ്ട്. 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം. ഒരു നെല്ല് നട്ടാൽ ഭൂമി ദാനം ചെയ്ത ഫലം ലഭിക്കുമെന്ന് പറയുന്നു. ഇലവ്, മലയരത്തി, താന്നി, ചേര് എന്നിവ ഗ്രഹവാസ്തുവിൽ പാടില്ലാത്തതാണ്. താമര, അശോകം, ചമ്പകം, വേപ്പ്, പുന്നാകം, ഞാവൽ, അത്തി, വാഴ, മാവ്, പ്ലാവ്, ദേവദാരു എന്നിവ ദേവാലയങ്ങളിലും ഉദ്യാനങ്ങളിലും നടണം. ഉദ്യാനം തെക്കൊഴിച്ചുള്ള ഭാഗങ്ങളിൽ ഉദ്യാനം നല്ലതാണ്. ചാമ്പൽ കൊണ്ട് പുതച്ച വിത്തുകൾ നട്ടാൽ പെട്ടെന്ന് മുളയ്ക്കുകയും കായ്ക്കുകയും ചെയ്യും. ചികിത്സ കൊണ്ട് ഭേദമാകാത്തവ മറ്റൊരിടത്തേക്ക് പറിച്ചു നടുമ്പോൾ നെയ്യ്, പാല്, തേന്, എള്ള്, ചാണകം എന്നിവ താഴെ നിന്നും മേലോട്ട് പുരട്ടണം. മാവുകൾ കൊണ്ട് ക്ഷേമവും മുഖമരങ്ങൾ കൊണ്ട് ആരോഗ്യവും സൂചിപ്പിക്കുന്നു. ശീതമായ കാലാവസ്ഥയിലും ശക്തമായ കാറ്റിലും വെയിലത്തും സസ്യങ്ങൾക്ക് രോഗങ്ങൾ വരുന്നു. ഇലകൾക്ക് വിളർച്ച, തളിര് വരാതിരിക്കുക, കൊമ്പുകൾ ഉണങ്ങുക, ചാറൊലിപ്പ് എന്നീ രോഗങ്ങൾ ഉണ്ടാകാം. ഇതിനുള്ള ചികിത്സ രോഗബാധിതമായ ഭാഗം മുറിച്ചു കളയുകയും അതിനുശേഷം വിഴാലരിയും നെയ്യും ചേർത്ത് കുഴമ്പാക്കി നെയ്യും പാലും വെള്ളവും കൊണ്ട് നനയ്ക്കുക. പാകം വരാത്ത ഫലങ്ങൾ കൊഴിയുന്നതിന് മുതിര, ഉഴുന്ന്, പയർ, എള്ള്, ബാർലി എന്നിവ തിളപ്പിച്ച് തണുപ്പിച്ച് പാൽ ചേർത്ത് നനയ്ക്കണം. വിത്തുകൾ വേഗം മുളച്ചു വളരുന്നതിന് നെല്ല്, ഉഴുന്ന്, എള്ള്, ബാർലി എന്നിവയുടെ പൊടിയും ചീഞ്ഞ മാംസവും ചേർത്ത് നനച്ചാൽ മുളച്ച് തളിരിടും. വിത്ത് നട്ട് മീൻചാറ്, ഇറച്ചി കഴുകിയ വെള്ളം എന്നിവ കൊണ്ട് നനയ്ക്കുകയും വാഴയില, കടുക്, കരിമീൻ എന്നിവ ചേർത്ത് പുകച്ചാൽ മരങ്ങൾ പുഷ്പഫലം സമൃദ്ധമാകും. എരിവും കയ്പും ചവർപ്പും രസങ്ങൾ കൊണ്ട്, മാംസരസം കൊണ്ടും വാതരോഗത്തെ ശമിക്കാം. മധുരവും പുളിയും കൊണ്ട്
പിത്തരോഗത്തെയും. ത്രിഫല നെയ്യും തേനും ചേർത്ത് വേവിച്ച വെള്ളം കൊണ്ട് നനച്ചാൽ പിത്തരോഗം മാറും. എരിവും പുളിവും ചവർപ്പും ചൂടുവെള്ളം കൊണ്ടും കഫരോഗത്തെ ഇല്ലാതാക്കാം. കൃമിജന്യ രോഗങ്ങൾ. കൃമികൾ തിന്ന വേരുകൾ ഉണ്ടാവുകയും മരങ്ങൾ ഉണങ്ങുകയും ഇലകൾ മഞ്ഞ നിറമാവുകയും ചെയ്യുന്നു. കൃമികളെ പറിച്ചു കളഞ്ഞ് തണുത്ത വെള്ളം കൊണ്ട് 7 ദിവസം നനയ്ക്കണം. കടുക്, കറിക്കായം, വിരാലരി, വയമ്പ്, കുരുമുളക്, മാട്ടിറച്ചി കഴുകിയ വെള്ളം എന്നിവ കൊണ്ട് പുകച്ചാൽ കൃമികളെ നശിപ്പിക്കാം. ദോഷങ്ങൾ ഒന്നും കൂടാതെ തളിരും പൂക്കളും വാടുക എന്നിവ വേരിൽ കൃമി മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഗോമൂത്രവും നെയ്യും വിഴാലരിയും കടുക്, എള്ള് എന്നിവയുടെ പൊടി ചേർത്ത് കുഴമ്പാക്കി വേരിൽ പുരട്ടിയാൽ കൃമിരോഗങ്ങളെ നശിപ്പിക്കാം. കാറ്റത്ത് ഒടിഞ്ഞ മരങ്ങൾ പിടിച്ചു കെട്ടുകയും അത്തി, ഇത്തി, എരുക്ക് എന്നിവയുടെ തോലും നെയ്യും തേനും പാലും ചേർത്ത് കുഴമ്പാക്കി പുരട്ടിയാൽ ഒടിഞ്ഞ മരങ്ങൾക്ക് ജീവൻ ഉണ്ടാവും. പാൽ കൊണ്ട് നനയ്ക്കുകയും തടത്തിൽ വെള്ളം നിറയ്ക്കുകയും ചെയ്താൽ പൂക്കളും കായ്കളും നിറയും. ഈന്തപ്പനയ്ക്കും തെങ്ങിനും മുളയ്ക്കും വാഴയ്ക്കും ഉപ്പുവെള്ളം കൊണ്ട് നനയ്ക്കുന്നത് നല്ലതാണ്. ജന്തുക്കൾ മൂലം മരങ്ങൾക്കുണ്ടാകുന്ന മുറിവുകൾ വിഴാലരി, എള്ള്, ഗോമൂത്ര, നെയ്യ്, കടുക് എന്നിവ ചേർത്ത് പുരട്ടുകയും പാൽ കൊണ്ട് നനയ്ക്കുകയും വേണം. മുന്തിരിങ്ങയ്ക്ക് കോഴിക്കാട്ടവും വൈക്കോലും ഉമി എന്നിവ ചേർത്ത് വെള്ളം കൊണ്ട് നനയ്ക്കണം. നല്ല കായ്ഫലം കിട്ടും. മഞ്ഞ്, കഠിനമായ വെയിൽ എന്നിവ ബാധിച്ച മരങ്ങൾ പുറമെ മറച്ചു കെട്ടുകയും പാൽ കൊണ്ട് നനയ്ക്കുകയും ചെയ്യണം. തീയേറ്റ് കഴിഞ്ഞ മരങ്ങൾ ആ സ്ഥാനത്ത് വെച്ച് മുറിച്ചു മാറ്റി പാലും വെള്ളവും കൊണ്ട് നനയ്ക്കുകയും ഞണ്ണിൻ്റെ തോട് കൊണ്ട് പുകയ്ക്കുകയും താമരക്കുഴമ്പ് പുരട്ടുകയും ചെയ്ത് പരിഹരിക്കാം. ഇടിവെട്ടേറ്റ് കരിഞ്ഞ മരങ്ങൾ പാൽമുതിക്കും കിഴങ്ങ്, പഞ്ചസാര, മനയോല, എള്ള് എന്നിവ ചേർത്ത് പുരട്ടുകയും പാലും വെള്ളവും കൊണ്ട് നനയ്ക്കുകയും ചെയ്യുക. മുറിവ് കൊണ്ടുള്ള നീരൊഴുപ്പ് മാറാൻ ഞമ, ചെറുകള്, ചിറ്റമർന്ന്, ആറ്റുവച്ചി എന്നിവയുടെ തൊലി വേവിച്ച് നെയ്യ് ചേർത്ത് പുരട്ടുക. ജലപ്രവാഹമുള്ള പ്രാന്തപ്രദേശങ്ങൾ, നദീതീര പ്രദേശങ്ങളിൽ തിപ്പലി, മുന്തിരി, കരിമ്പ് എന്നിവയ്ക്ക് യോജിച്ച പ്രദേശമാണ്. കിണർവക്കിൽ പച്ചക്കറികൾ, കിഴങ്ങ് വർഗങ്ങൾക്കും തടാകതീര പ്രദേശങ്ങൾ പച്ചപ്പുല്ലുകൾക്കും മലഞ്ചെരുവുകൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഔഷധച്ചെടികൾ, രാമച്ചം എന്നിവയ്ക്കും കൃഷി ചെയ്യുന്നതിന് യോജിച്ചതാണ്. അടുത്തത് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണ്. വെള്ളരി, കുമ്പളം എന്നിവയുടെ തണ്ടുകൾ തേനും നെയ്യും പുരട്ടി വൈക്കോൽ ചരട് കൊണ്ട് കെട്ടി ചാണകം പുരട്ടുകയും അനന്തരം ഒന്നായ ക്രമത്തിൽ മൂലവും അഗ്രവും മുറിച്ച് നന്നായി നനയ്ക്കുകയും ചെയ്താൽ വെള്ളരി ചെടിയിൽ കുമ്പളങ്ങ പിടിക്കുമെന്ന് ശിരപാലൻ പറയുന്നു. പിണ്ണാക്ക്, വിഴാലരി, മാട്ടിറച്ചി എന്നിവ പൊടിച്ച് കലക്കിയ വെള്ളം കൊണ്ട് നനയ്ക്കുകയും കരിമ്പ് ചതച്ചെടുത്ത വെള്ളം മുരട്ടിലിടുകയും അകാലത്തിലും മരങ്ങൾ കായ്ക്കും. ഇനി അതിന് വൃക്ഷങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് എവിടെയൊക്കെ ഏതെല്ലാം വൃക്ഷങ്ങൾ നടാം എന്നുള്ളതിനെ കുറിച്ച്, വൃക്ഷങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാം. കിഴക്കുവശത്ത്, ഗൃഹത്തിൻ്റെ കിഴക്കുവശത്ത് പൂവിലഞ്ഞി, പേരാൽ, പ്ലാവ് എന്നിവയും തെക്കുവശത്ത് പുളി, കമുക്, അത്തിയും പടിഞ്ഞാറ് വശത്ത് അരയാൽ, ഏഴിലമ്പാല, തെങ്ങ് എന്നിവയും വടക്കുവശത്ത് ഇത്തി, പുന്ന, മാവ് എന്നിവയും നടുന്നത് നല്ലതാണ്. ഗൃഹത്തിൻ്റെ കിഴക്കുവശം ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ നിൽക്കാവുന്ന വൃക്ഷങ്ങൾ കുമിഴ്, കൂവളം, കടുക്ക, കൊന്ന, നെല്ലി, ദേവദാരം, അശോകം, ചന്ദനം, ചെമ്പകം, കരിങ്ങാലി എന്നിവയാണ്. എല്ലാ ദിക്കിലും വളർത്താവുന്ന സസ്യങ്ങൾ
വാഴ, പിച്ചകം, വെറ്റിലക്കൊടി എന്നിവ ഗ്രഹത്തിൻ്റെ 4 ഭാഗത്തും വളർത്താവുന്നതാണ്. ഇനി ഗ്രഹവാസ്തുവിൽ പാടില്ലാത്ത വൃക്ഷങ്ങളിൽ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്. അവ ഒന്നും കൂടി പറയാം. കാഞ്ഞിരം, ചേര്, താനി, കള്ളിപ്പാല, പന, കൈത, മുരിങ്ങ എന്നിവ ഗ്രഹവാസ്തുവിൽ പാടില്ലാത്തതാണ്. ഇനി വൃക്ഷങ്ങൾ വിപരീത ദിശയിൽ നിന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അശ്വത്ഥ അഗ്നിഭയം കരോതി, ലക്ഷാപ്രമാദപ്രദവും ന്യൂഗ്രോധ പരചക്രഘാത ഉദരവ്യാധി തതോ ഉദംബര. ഇത് പറയുന്നത് അശ്വത്ഥ അരയാൽ. അതിന് പറഞ്ഞിരിക്കുന്ന ദിക്കെന്ന് പറയുന്നത് പടിഞ്ഞാറാണ്. അത് കിഴക്കാണ് ആ മരം നിൽക്കുന്നതെങ്കിൽ അത് അഗ്നിഭയത്തെ, ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് അഗ്നിഭയത്തെ തരുന്നതാണ്. ക്ലക്ഷാപ്രമാദപ്രദം ഇത്തിക്ക് പറഞ്ഞിരിക്കുന്നത് വടക്ക് ദിശയാണ്. അത് തെക്ക് വശത്താണ് നിൽക്കുന്നെങ്കിൽ തെക്ക് വശത്താണ് നിൽക്കുന്നെങ്കിൽ, വിപരീത ദിശയിലാണ് നിൽക്കുന്നെങ്കിൽ പ്രമാദപ്രദോ, അവർ ആ വീട്ടിലുള്ളവർക്ക് ഭ്രാന്തിൻ്റെ ലക്ഷണം ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതായി പറയുന്നു. ന്യൂഗ്രോധ പരചക്രവാദ ഉദരയാതി തതോ ഉദംബര. ന്യൂഗ്രോധ എന്ന് പറഞ്ഞ പേരാലാണ്. ന്യൂഗ്രോധ പേരാന്ന് പറഞ്ഞിരിക്കുന്നത് കിഴക്കേ ദിക്കാണ്. അതിന് പകരം പേരാല് പടിഞ്ഞാറ് വശത്ത് നിന്നാൽ അവിടെ എന്താണ് പരചക്രവാദ, അന്യൻ്റെ ആയുധത്തിന് കീഴടങ്ങേണ്ടി വരും എന്നാണ്. പരചക്രഘാത ഉദരവ്യാധി തതോ ഉദംബര. ഉദംബര എന്ന് പറയുന്ന അത്തിയാണ്. അത്തി നിൽക്കേണ്ടത് തെക്കാണ്. അതിന് പകരം വടക്ക് നിന്നാൽ അവിടെ ആ വീട്ടിലുള്ളവർക്ക് ഉദരവ്യാധി, വയറ്റിലെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഇത്രയുമാണ് ഈ വൃക്ഷങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് സദയം ചൂണ്ടിക്കാട്ടുകയും ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ പ്രഭാഷണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.